ഹലോ. ആ, ഹോസ്പിറ്റലിൽ തന്നെയാ. ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ ഇതുവരെ പുറത്തു വന്നില്ല. ഞാൻ വിളിക്കാം. പേരൻസ്, അവളുടെ അമ്മ അങ്ങ് കുവൈറ്റില്ല. ഞങ്ങളുടെ ഗ്രാൻഡ് ഡോട്ടറാണ്. കൊണ്ടുവരുമ്പോൾ തന്നെ കണ്ടീഷൻ വളരെ മോശമായിരുന്നു. ഒരു 15 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ വി കുഡ് ഹാവ് സേവ്ഡ്. ഐ എം സോറി. സാറേ, വേണുക്കുട്ടൻ സാറേ. സർ, കുറച്ച് ഫോർമാലിറ്റീസും കൂടിയുണ്ട്. എത്രയും പെട്ടെന്ന് തീർത്തരാം. യു ബി വിത്ത് ഹിം. കം. ആംബുലൻസ് അപ്പുറത്താണ്. സത്യം പറഞ്ഞ എനിക്ക് സ്പേസ് റിസർച്ചാണ് താല്പര്യം. അതിനുള്ള അവസരങ്ങൾ ഇവിടെ വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോ ആദ്യമായിട്ട് ശൂന്യാകാശത്ത് പോകുന്ന കേരളീയ വനിതയായിരിക്കും ആര്യ അല്ലേ? പറയാൻ പറ്റില്ല, ചിലപ്പോ ആയാലോ. ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഒരു നക്ഷത്രത്തിന്റെ അകത്ത് എന്തായിരിക്കും. ആകാശത്ത് ഒരു സ്പേസ് ഷട്ടിൽ പോകുമ്പോഴുള്ള ഫീൽ എന്തായിരിക്കും. ഈ സീറോ ഗ്രാവിറ്റി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സ്പേസിൽ പോകുന്നവരുടെ ധൈര്യമല്ലേ ഏറ്റവും നല്ലത്. തിരിച്ചു പോകുമ്പോൾ നല്ല ഉറപ്പുണ്ട്. എനിക്ക് അത് തന്നെയാണ് ജീവിതത്തിലൊരു രസമൊക്കെ വേണ്ടേ. ആര്യയുടെ സ്വപ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു 15 മിനിറ്റ് മുമ്പേ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നെങ്കിൽ അവൾ ഇന്നും ഉണ്ടാകുമായിരുന്നു ഞങ്ങളുടെ കൂടെ. തലച്ചോറിൽ ബ്ലീഡിംഗ് ആയിരുന്നു. പക്ഷെ സമയത്ത് ഓപ്പറേഷൻ നടത്താൻ പറ്റിയില്ലല്ലോ. ഞങ്ങളെ മുമ്പിലും പിന്നിലും ധാരാളം മനുഷ്യരുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് പോലീസ് ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് നേരം ഒന്ന് വഴിമാറി തന്നിരുന്നെങ്കിൽ അവളെ രക്ഷിക്കാൻ കഴിയുന്ന പ്രകടനക്കാരുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും അവൾ ആരുമല്ലല്ലോ. എനിക്ക് ആരോടും പകയില്ല, ആരോടും. പക്ഷെ ഇവിടുത്തെ ഈ സിസ്റ്റം, അതിനോട് എനിക്ക് പകയുണ്ട്, പുച്ഛമുണ്ട്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ മറ്റാർക്കും ഉണ്ടാകരുതെന്ന് ആഗ്രഹമുണ്ട്. That's why I decided to fight until death. ഹൈക്കോർട്ടിൽ റിട്ട് കൊടുക്കണം. സാറ് തന്നെ നേരിട്ട് കേസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പൊതു താല്പര്യ ഹർജി ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. 100 അതങ്ങ് ഒതുങ്ങിപ്പോവും. ഒരുപാട് വലിയ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്ന കേസ്, അല്പ ടഫായിരിക്കും കാര്യങ്ങൾ. സാറപ്പോ ഈ കേസ് എടുക്കല്ലേ? അതെ. ഇനി സത്യം പറയാം, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ 4 വക്കീലന്മാരെ കണ്ടു. എല്ലാവരും കഥ മുഴുവൻ കേട്ടു, സഹതപിച്ചു. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്നവരിൽ ഒരാൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണെന്നറിഞ്ഞപ്പോൾ ഓരോരോ കാരണം പറഞ്ഞ് അവരെല്ലാം ഒഴിഞ്ഞു. KT ചന്ദ്രശേഖരനെ വെറുപ്പിക്കാൻ അവർക്ക് മടി, അല്ലെങ്കിൽ പേടി. ഐ വിൽ മൂവ് ദ ഹൈക്കോർട്ട് നാളെ തന്നെ.
ഈ കേസ് വളരെ വളരെ ഗൗരവമേറിയതാണ്. ഈ ബെഞ്ചിന് മുന്നിൽ വന്നിട്ടുള്ള മറ്റ് സമാന കേസുകളെക്കാൾ ഡിസ്റ്റർബിംഗ് ആണ് ഈ കേസ്. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസുമായി ബന്ധപ്പെട്ട റെസ്പോണ്ടൻസിനെയും മെറ്റീരിയൽ വിറ്റ്നസസിനെയും ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനായി കോടതിയിലേക്ക് വിളിച്ചു വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. എന്തുകൊണ്ട് വരില്ല? ബിക്കോസ് ഇറ്റ് നീഡ്സ് എവിഡൻസ് ടു ബി ടേക്കൺ. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ തന്നെ വരും. മനുഷ്യാവകാശ ലംഘനത്തിന് ചില കേസസ് ചരിത്രത്തിലുണ്ട്. ഈ കേരളത്തിൽ തന്നെയുണ്ട്. രാജൻ കേസ്, TV ഈശ്വരവാര്യർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. The High Court has power to take evidence even in a writ petition. ഗവൺമെന്റ് ലീഡർ, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് ഏറ്റവും ഈസിയായ ഏറ്റവും ലേസിയായ എക്സ്ക്യൂസസ് ആണ് അഫിഡവിറ്റിൽ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. ഡിഡ് യു ഗോ ത്രൂ ദാറ്റ്? യെസ് യുവർ ലോർഡ്ഷിപ്പ്. The court summons the Chief Secretary, Kerala State, District Collector, Ernakulam, and City Police Commissioner, Ernakulam, to appear before this court on 22nd September. Government leader, ഇവരെല്ലാവരും കോടതിയിൽ ഹാജരാവണം. യെസ് യുവർ ലോർഡ്ഷിപ്പ്. Issue notice to all these respondents through special messenger. യുവർ ലോർഡ്ഷിപ്പ്, ആ ദിവസം സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. ഉണ്ണികൃഷ്ണനെയും ക്രോസ് ചെയ്യാൻ കോർട്ടിൽ സമൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ലീഡർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. ഉണ്ണികൃഷ്ണനും സമൻസ് ഇഷ്യൂ ചെയ്യണം ആസ് എ മെറ്റീരിയൽ വിറ്റ്നസ്. യെസ് യുവർ ലോർഡ്ഷിപ്പ്. ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് നെസസറി, അന്ന് ആര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും മെറ്റീരിയൽ വിറ്റ്നസ്സായി സമൻ ചെയ്യാം. ദ കോർട്ട് ഓൾസോ സമൻസ് മിസ്റ്റർ K.T. ചന്ദ്രശേഖർ, സ്റ്റേറ്റ് പ്രസിഡന്റ്, പീപ്പിൾസ് മൂവ്മെന്റ് ഓഫ് കേരള, ടു അപ്പിയർ ബിഫോർ ദിസ് കോർട്ട് ഓൺ സെപ്റ്റംബർ 22nd. യുവർ ലോർഡ്ഷിപ്പ്, ഐ റെപ്രസെന്റ് മിസ്റ്റർ K.T. ചന്ദ്രശേഖർ. ശ്രീ ചന്ദ്രശേഖർ നൽകിയ സത്യവാങ്മൂലവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഹാജരാവണമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്താ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സംസാരിക്കാനോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാകാനും ബുദ്ധിമുട്ടുണ്ടാകരുത്. യെസ് യുവർ ലോർഡ്ഷിപ്പ്. നെക്സ്റ്റ് കേസ്.